അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾ തമ്പനയിൽ കണ്ട ആ സിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന സിക്ർ ളുഹറിന് ശേഷം 100 തവണ ചൊല്ലിയാൽ ലഭിക്കുന്ന മഹത്തായ 3 നേട്ടങ്ങൾ. ഇൻഷാ അല്ലാഹ് ആ നേട്ടങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഒരു മാഷാ അല്ലാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. കടങ്ങൾ വീട്ടാനുള്ള ഒരുപാട് മാർഗങ്ങൾ അന്വേഷിക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ സിക്റിനെ ളുഹർ നിസ്കാര ശേഷം 100 തവണ ചൊല്ലി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് എൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ഇൻഷാ അള്ളാഹ് അവൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു തആല തുറന്നു തരും. അതാണ് ഒന്നാമത്തെ നേട്ടം. രണ്ടാമത്തെ നേട്ടമെന്ന് പറയുന്നത് അവൻ ഏകാന്തനാവുകയില്ല എന്നുള്ളതാണ്. തനിച്ചിരിക്കേണ്ട ഒരവസ്ഥ വരികയില്ല. ഏകാന്തത അനുഭവപ്പെട്ടാൽ മാനസികമായിരിക്കുന്ന പല ടെൻഷനും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് അവനിക്ക് രക്ഷപ്പെടാൻ കഴിയും. മൂന്നാമത്തെ മഹത്തായ നേട്ടമെന്ന് പറയുന്നത് ഖബറിലെ അദാബിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് അവനിക്ക് രക്ഷ ലഭിക്കുമെന്നുള്ളതാണ്. അത് ഓരോ വിശ്വാസിയുടെയും ആഗ്രഹമാണ്. ഖബർ രക്ഷപ്പെടണം. ഖബറിൽ രക്ഷപ്പെട്ടാൽ എല്ലായിടത്തും രക്ഷപ്പെട്ടു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നിന്നുള്ള ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ കവാടമാണ് ഖബർ. ആ ഖബറിൽ നമുക്ക് രക്ഷ ലഭിക്കും. ഈ സിക്ർ എല്ലാ ദിവസവും ളുഹറിന് ശേഷം 1000 തവണ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് കഴിയുന്ന ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഈ 3 നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. ചൊല്ലിയതിനു ശേഷം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.